ഞാൻ ഈ അമേരിക്കയിലായതുകൊണ്ട് എനിക്ക് നാട്ടിൽ നിന്ന് കൃത്യം സമയത്തിനൊന്നും ന്യൂസുകളൊന്നും കിട്ടുന്നില്ല. പക്ഷേ കഴിഞ്ഞ ആഴ്ചയിൽ ഞാനൊരു ന്യൂസ് കേട്ടു. നമ്മുടെ ക്രിസ്ത്യാനികൾ, നമ്മുടെ ക്രൈസ്തവർ ഒരു പൊളിറ്റിക്കൽ പാർട്ടി, ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു. ഏതോ ഒരു നീക്കിയിരിപ്പ് നേതാവിൻ്റെ നേതൃത്വത്തിലാണ് ഈ പാർട്ടി രൂപം കൊള്ളാൻ പോകുന്നതെന്നും അതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് നമ്മളുടെ സീറോ മലബാർ സഭയുടെ ഹണി റോസായ മഹാലഞ്ചേരിയാണെന്നുമാണ് ഞാൻ കേട്ടത്. അത് കഴിഞ്ഞ് കേട്ടു അതില്ല എന്ന് കേട്ടു, അതിനകത്തില്ല എന്ന് കേട്ടു. പക്ഷേ ഇപ്പോൾ ഇന്നലെ കേൾക്കുന്നു ഇല്ല, പാർട്ടി ഉണ്ട്, ആലഞ്ചേരി തന്നെയായിരിക്കും അതിൻ്റെ ഉദ്ഘാടനം എന്ന് വീണ്ടും പറയുന്നത് കേട്ടു. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. ഇപ്പോൾ നമ്മുടെ ആലഞ്ചേരിക്ക് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ല. അദ്ദേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ്. അദ്ദേഹം വത്തിക്കാനിലായിരുന്നപ്പോഴും നാട്ടിലായിരുന്നപ്പോഴും അദ്ദേഹം ഉദ്ഘാടനങ്ങളുടെ ഒരു രാജാവായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ സീറോ മലബാർ സഭയിലെ അല്ലെങ്കിൽ സഭയുടെ ഹണി റോസ് എന്ന് വിളിച്ചത്. കാരണം അദ്ദേഹം ഇപ്പോൾ എങ്ങനെയാണ് പിന്നെ പെരുന്നാളുകൾക്ക് കൊടിയേറ്റാൻ പോവുക, മരിച്ചെടുത്ത് ശവടപ്പിന് പോവുക, അതുപോലെ തന്നെ വൃദ്ധരായിട്ട് കിടക്കുന്ന ബിഷപ്പുമാരെ പള്ളിക്കാപ്പറമ്പിനെയും അതുപോലെ തന്നെ തൃശ്ശൂർ ആർച്ച് ബിഷപ്പ്, അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയല്ലോ, റിട്ടയേർഡ് എമിറേറ്റസിനെ കാണാൻ പോവുക, അതുപോലെ തന്നെ അങ്ങനെയുള്ള വ്യക്തികളൊക്കെ കാണാൻ പോവുക, അത് റീലെടുത്ത് പുറത്തുവിടുക. അപ്പോൾ ഈ റീലെടുക്കാനായിട്ട് എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല. ആരോ ഒരു ക്യാമറ ടീം അദ്ദേഹത്തിനുണ്ട് എന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം റീലിൽ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ്. അദ്ദേഹം അവിടെ പെരുന്നാൾ, കാഞ്ഞിരപ്പള്ളിയിൽ പെരുന്നാൾ, ഇടുക്കിയിൽ പള്ളി കുദാശ, അവിടെ ഇവിടെ എന്ന് വേണ്ട ഇദ്ദേഹം നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ. അദ്ദേഹം ഈ കർദിനാളായിരുന്നപ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ സഭാതലവനായിരുന്നപ്പോഴോ ഒന്നും ഇത്രയ്ക്ക് ആക്റ്റീവായിരുന്നില്ല. ഓക്കെ, ഇപ്പോൾ അദ്ദേഹം വളരെ ആക്റ്റീവാണ്. ഇപ്പോൾ അദ്ദേഹം പെർമനൻ്റ് ചട്ടിത്തൊപ്പിയാക്കി മാറ്റി, കുരിശ് ചടപട അങ്ങോട്ടും ഇങ്ങോട്ടും, അങ്ങനെ കാണാനായിട്ട് നല്ലൊരു ഓർത്തഡോക്സ് ലുക്ക് അദ്ദേഹത്തിനായിട്ടുണ്ട്. ആ കറുത്ത ഡ്രസ്സും ആ ചുവന്ന തൊപ്പി, മാച്ചിങ് ചുവന്ന ചട്ടിത്തൊപ്പി, ചുവന്ന ബോർഡർ, ബ്ലാക്ക് എല്ലാം കൊണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ലുക്കാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മലയാളികൾ, സാധാരണ ബിഷപ്പുമാരെ ഒന്നും കാണാത്ത ആൾക്കാർക്ക് ഇദ്ദേഹത്തെ കാണുമ്പോഴത്തേക്കും ഒരു കർദിനാൾ വന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്തൊരു വലിയൊരു കാര്യമാണ്. കർദിനാൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ ചിലപ്പോൾ മരിച്ചു കിടക്കുന്ന ആളെ ഉടലോടെ ചിലപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്നായിരിക്കും നമ്മുടെ പാവപ്പെട്ട വിശ്വാസികൾ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് വലിയ വെൽക്കം കിട്ടുന്നത്. ഇങ്ങനെ സഭയിൽ നിന്ന് അപഹാസ്യനായി പുറത്താക്കപ്പെട്ട മനുഷ്യന് ഇതുപോലുള്ളൊരു സ്വീകാര്യത നമ്മുടെ വിശ്വാസികൾക്ക് ഇടയിൽ ഉണ്ടാകുന്നത് ഇദ്ദേഹത്തിൻ്റെ തലയിൽ ദൈവം വരച്ച ഒരു നല്ല വരയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അല്ലെങ്കിൽ സാധാരണ ഒരു കർദിനാളോ അല്ലെങ്കിൽ ബിഷപ്പോ ഇങ്ങനെ സഭയിൽ നിന്ന് നാണം കെട്ട് പുറത്തു പോകേണ്ടി വന്നാൽ, പുറത്താക്കപ്പെട്ടാൽ അദ്ദേഹത്തിന് വെളിയിൽ മുഖം കാണിക്കാൻ പറ്റുകയില്ല, അല്ലെങ്കിൽ തലമുണ്ടിട്ടിട്ട് പോകേണ്ട ഗതികേടാണ് വരുന്നത്. പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല. ഇദ്ദേഹം പുറത്താക്കപ്പെട്ടപ്പോഴത്തേക്ക് ഇദ്ദേഹം കൂടുതൽ ഷൈൻ ചെയ്യാണ്. കൂടുതൽ അദ്ദേഹം ഊർജ്ജസ്വലനായി അദ്ദേഹം ഓടിപ്പാഞ്ഞ് ഈ 80-ആം വയസ്സ് ഈ 80-ആം വയസ്സിലും ചുറുചുറുക്കോടുകൂടി അദ്ദേഹം ഓടിപ്പാഞ്ഞ് നടത്ത് ആനമെള്ളം തെളിച്ചുകൊണ്ടിരിക്കുന്നു, പള്ളിപ്പെരുന്നാളിൽ പോകുന്നു, കൊടിയേറ്റുന്നു, രോഗികളെ സന്ദർശിക്കുന്നു, മരിച്ചടപ്പ് കിടക്കുന്നു, മാമൂസ് കിടക്കുന്നു. എന്ത് കുന്തം വേണോ ഉണ്ട് പുള്ളിക്കാരൻ. പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. അതങ്ങനെ. പിന്നെ നമ്മുടെ സഭാതലവൻ പുള്ളി അവിടെ പോയി കിടക്കുന്നു എന്നെനിക്കൊരു പിടിയില്ല. പാമ്പ്ലാനി പറഞ്ഞു എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കണം കൂരിയായി മാറ്റണമെന്നുണ്ടെങ്കിൽ. അദ്ദേഹത്തോട് ചോദിച്ചാൽ മാത്രം പോലെ എനിക്ക് പൗരസ്ത്യ തിരുസംഘത്തോട് പെർമിഷൻ ചോദിക്കണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ ചോദിക്കുന്നത് തട്ടിൽ എവിടെയാണ്? അദ്ദേഹം നമ്മുടെ രൂപതയുടെ മെത്രാനാണെന്ന് പറയുന്നു. സഭാതലവനാണ്, അത് ശരിയാണ്. പക്ഷേ സഭാതലവൻ പുറയിൽ നിന്ന് വണ്ടി ഓടിക്കാനായിട്ട് വേറെ ആൾക്കാരുണ്ട്. ഇദ്ദേഹം മുമ്പിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുള്ളൂ എന്ന് നമുക്കറിയാം. പക്ഷേ എറണാകുളത്തിൻ്റെ മെത്രാനാണല്ലോ അദ്ദേഹം. അപ്പോൾ എറണാകുളത്ത് തന്നെയെങ്കിലും അദ്ദേഹം ഒന്ന് വല്ലപ്പോഴും മുഖം കാണിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വികാർ എന്ന് പറയുന്ന പാർട്ടിക്ക്, പാമ്പ്ലാനിക്ക് എന്തെങ്കിലും അധികാരം വേണം. പക്ഷേ അദ്ദേഹത്തിന് അധികാരമില്ലെന്നാണ് പറയുന്നത്. ഈ അധികാരമില്ലാത്ത, ഈ പല്ലില്ലാത്ത ഒരു പട്ടിയെ ആരെങ്കിലും നമ്മൾ കാവൽപ്പട്ടിയായിട്ട് വീട്ടിൽ വളർത്തുമോ? പല്ലില്ലാത്ത പട്ടിയെ എന്ന് പറഞ്ഞ പോലെയാണ് അധികാരമില്ലാത്ത അധികാരമില്ലാത്ത മെത്രാൻ എന്ത് കാര്യത്തിനാണ് അവിടെ വന്ന് അദ്ദേഹം മനുഷ്യരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ 5-ാം തീയതിയാണ് അദ്ദേഹം വരാൻ പോകുന്നത്. എന്ത് മാങ്ങാത്തിൽ കൊണ്ടാണ് അദ്ദേഹം തെങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ പാമ്പ്ലാനി എനിക്ക് ഒരു പ്രതീക്ഷയില്ല, നത്തിങ്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം എന്തെങ്കിലും ഇവിടെ വന്ന് അത്ഭുതം കാണിക്കുമെന്ന് നിങ്ങളാരും വിചാരിക്കേണ്ട. കാരണം ഈ കൂലിയായൊക്കെ എടുത്തു മാറ്റാനായിട്ട് ബുദ്ധിമുട്ടാണ്. അവർ സ്ഥലം കയ്യേറിയിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു വാടകക്കാരനെ ഒഴിപ്പിക്കണമെങ്കിലുള്ള ബുദ്ധിമുട്ട് എന്തോരുണ്ടെന്ന് നമുക്കറിയാലോ. അതിനേക്കാളും കാശിയാണ് അതിനേക്കാളും കശിയാണ്. അപ്പോൾ ഇതിൽ നിന്നൊന്നും സംഭവിക്കാൻ പോകുന്നില്ല.
എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി എന്തെങ്കിലും കാര്യമായിട്ട് അങ്ങോട്ട് കൊടുക്കാതെ ഇങ്ങോട്ട് ഒന്നും കിട്ടുകയില്ല പാമ്പ്ലാനിയുടെ കയ്യിൽ നിന്ന്. അല്ലെങ്കിൽ അദ്ദേഹം പാമ്പ് പോലെ ഇഴഞ്ഞ് വഴുതി മാറി ഞാഞ്ഞൂൾ പോലെ അങ്ങ് പോകും നേരെ അങ്ങോട്ട് ഇടയ്ക്ക് തലശ്ശേരിക്ക്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഓരോ മധുരവർത്താനം കേട്ട് എക്സൈറ്റഡായി എങ്ങൊന്നുമില്ലാത്ത സിനഡാലിറ്റി ആയി എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്. സിനഡാലിറ്റി, അതായത് കൂടെ നടക്കാൻ തുടങ്ങിയത്. ഇത് പാമ്പ്ലാനിയെ കൂടെ നടക്കാൻ തുടങ്ങിയത്. അച്ഛന്മാരെ തല്ലി ചതച്ചിട്ടിട്ട് കൂടെ നടന്നില്ല, കൂടെ കാണാൻ പോയില്ല. ഇന്നലെ അച്ഛന്മാരവിടെ കൂടിയപ്പോഴത്തേക്കും കൂടെ നിൽക്കാൻ തുടങ്ങിയില്ല, പുള്ളി അവിടുന്ന് ഓടി മാറി. ഇപ്പം അങ്ങ് 5-ാം തീയതി ആകുമ്പോഴത്തേക്കും പുള്ളിയുടെ സിനഡാലിറ്റിയുടെ ടാപ്പ് അങ്ങോട്ട് ഇങ്ങോട്ട് ഒഴുകാൻ തുടങ്ങുകയാണ്. എൻ്റെ അപ്പോന്നോ, ഇയാളുടെ ഈ ബുൾഷിറ്റ് കേട്ടിട്ടും അത് വിശ്വസിക്കാനും തയ്യാറായിട്ടുള്ള ആൾക്കാർ ഇന്ന് നമ്മുടെ അതിരൂപതയിലുണ്ടല്ലോ എന്നുള്ള കാര്യം ഓർത്തിട്ടാണ് എനിക്ക് ചിരി വരുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കുകയും മനുഷ്യനെ എന്തെങ്കിലും നന്മ ഇദ്ദേഹത്തിൽ ഇത് വരുമോ? എറണാകുളത്തിന് പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും നടപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവുമോ? ഇല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.